അൽ-ഖായിദയെ പറ്റിയും ഐസിസിനെ പറ്റിയും ധാരാളം പറഞ്ഞു തന്ന മാധ്യമങ്ങൾ സയനിസത്തെ പറ്റിയും ക്രിസ്ത്യൻ സയനിസത്തെ പറ്റിയും പറയാത്തത് എന്താണ്? ചങ്ങാത്ത മുതലാളിത്തം സ്വയം വെളിപ്പെടുമ്പോഴും അത് മുഖ്യധാരാ വാർത്തകൾക്ക് പുറത്താണ്. ലോകകപ്പും ഉത്തരാഖണ്ഡ് തുരങ്കവും. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. ഹോളോകോസ്റ്റിനെ പറ്റി പറയുമ്പോൾ മാധ്യമങ്ങൾ അതിന് ഉത്തരവാദികളായ നാസികളെ പറ്റിയും പറയും. ന്യൂയോർക്കിലെ ഭീകരാക്രമണത്തെ പറ്റി പറയുമ്പോൾ അൽ-ഖായിദയെ പറ്റിയും പറയും. ഐസിസും മറ്റും മാധ്യമ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു വർഷങ്ങളോളം. പക്ഷേ ഫലസ്തീനിൽ 3/4 നൂറ്റാണ്ടായി നടക്കുന്ന അധിനിവേശമോ ഗസയിൽ 1.5 മാസം നടന്ന വംശഹത്യയോ എന്തുകൊണ്ടാണ് സയനിസത്തെ പറ്റിയുള്ള ചർച്ചയിലേക്ക് നയിക്കാത്തത്? താൽക്കാലിക വെടിനിർത്തലിന് മുൻപ് ഇസ്രായേൽ ഗസയിൽ ചെയ്തു കൂട്ടിയത് എന്തെല്ലാമാണ്? അൽ ജസീറയിൽ നിന്ന് 14,000-ലേറെ മനുഷ്യരെ കൊന്നു. ഗസ സിറ്റിയിൽ, ഖാൻ യൂനിസിൽ പരക്കെ കൊല, ബൈത്ത് ലഹിയയിൽ, വടക്കൻ ഗസയിൽ. മരിച്ചവരിൽ പകുതിയോളം കുട്ടികൾ. കുടുംബങ്ങളുടെ പ്രതീക്ഷകളായിരുന്നവർ, നല്ല നാളെ സ്വപ്നം കണ്ടിരുന്നവർ. ആരും ബാക്കിയാകാതെ കൊല്ലപ്പെട്ട 47 കുടുംബങ്ങൾ. മുറിവേറ്റവരുടെ ദുരിതമോ? 35 ആശുപത്രികളിൽ 26 തകർത്തു. അനസ്തേഷ്യ ഇല്ലാതെ സർജറി. ഈ ഡോക്ടർ സ്വന്തം കുഞ്ഞിന് അങ്ങനെ ശസ്ത്രക്രിയ ചെയ്തു. കുഞ്ഞ് രക്ഷപ്പെട്ടതുമില്ല. വീടുകൾ, സ്കൂളുകൾ ഒന്നും ബാക്കി വച്ചില്ല. സർവനാശത്തിന് ചാലകശക്തിയായ ആ പ്രത്യയശാസ്ത്രം ഏതാണ്? ആയിരത്തി 1945 നാസികൾ ജൂതരോട് ചെയ്തത് സയനിസ്റ്റുകൾ ഫലസ്തീനോട് ചെയ്യുന്നു. പ്രൊഫസർ ഡേവിഡ് മില്ലർ പറഞ്ഞ പോലെ സയനിസത്തിന്റെ മുഖം മൂടി ഗസയിൽ അഴിഞ്ഞിരിക്കുന്നു. നാസിസത്തിന്റെ പതിപ്പാണത്. ഗസയിൽ നിന്ന് ലോകം കാണുന്നത് യൂറോപ്പിൽ നിന്ന് ഉയരെടുത്ത, നൂറ്റാണ്ടുകളായി ശക്തി സംഭരിച്ചു വന്ന സയനിസത്തിന്റെ ആഗോള അരങ്ങേറ്റം കൂടിയാണ്. ഭീകരത എന്ന് പലകുറി ആവർത്തിക്കുന്ന ഈ മാധ്യമങ്ങൾ ഈ ഭീകരതയെ അങ്ങനെ വിളിക്കുന്ന പോലുമില്ല. പക്ഷേ ധാരാളം ജൂതമത വിശ്വാസികളും പുരോഹിതന്മാരും സയനിസത്തെ തുറന്ന് എതിർക്കുന്നുണ്ട്. തോറ ജൂഡായിസം എന്ന സംഘടനക്കാരാണ് ഇത്. അമേരിക്കയിൽ ജൂയിഷ് വോയ്സ് ഫോർ പീസ് എന്ന സംഘടന ഗസ കൂട്ടക്കൊലക്കെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ നാസികളുടെ ഇരകളുടെ കുടുംബങ്ങൾ പങ്കെടുത്തു. ജൂതമതമല്ല പ്രശ്നം, സയനിസമാണ്. സയനിസ്റ്റുകളിൽ ജൂതമതക്കാർ മാത്രമല്ല, ക്രിസ്ത്യാനികളും ഉണ്ട്. 18-ാം നൂറ്റാണ്ടോടെയാണ് ഫലസ്തീൻ ജൂതന്മാരുടേത് എന്ന വിശ്വാസം മതവുമായി ബന്ധപ്പെടുത്തി പ്രചരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ തിയഡോർ ഹെർസലും മറ്റും രാഷ്ട്രീയ സയനിസമാക്കി അതിന് മൂർച്ച കൂട്ടി. സർക്കാരുകൾക്ക് മേൽ അതിനായി സമ്മർദ്ദം തുടങ്ങി. അന്ന് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഫലസ്തീൻ. എന്നാൽ 1917 ബ്രിട്ടനും സഖ്യരാഷ്ട്രങ്ങളും അത് പിടിച്ചെടുക്കുകയും ഫലസ്തീൻകാരുടെ സമ്മതമില്ലാതെ ആ നാടിനെ സയനിസ്റ്റുകൾക്ക് വെച്ച് നീട്ടുകയും ചെയ്തു. ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകാമെന്ന വാഗ്ദാനം ലംഘിച്ചാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൽഫർ ബ്രിട്ടനിലെ ധനിക സയനിസ്റ്റ് റോത്സ്ചൈൽഡിന് കത്തെഴുതുന്നത് ഫലസ്തീൻ പ്രദേശം ഇസ്രായേലിന് വേണ്ടി കൊടുക്കാം എന്ന്. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ച സയനിസ്റ്റ് പദ്ധതിക്ക് ഗുണകരമായി. ബാൽഫർ ദാനവും UN തീരുമാനവും ഫലസ്തീൻകാരെ ആട്ടിപ്പുറത്താക്കിയതും പിന്നീട് കൂടുതൽ ഭൂമി പിടിച്ചെടുത്തതുമെല്ലാം സയനിസ്റ്റ് പദ്ധതിയുമായി ചേർന്ന് പോകുന്നതായി. ഉയർന്ന ഗവേഷകരും ശാസ്ത്രജ്ഞരും ഉൾക്കൊള്ളുന്ന സമൂഹമാണ് ജൂത സമൂഹം. അതിലെ അനേകം ബുദ്ധിജീവികൾ ഇസ്രായേൽ എന്ന സയനിസ്റ്റ് പദ്ധതിക്ക് എതിരായിരുന്നു, ആൽബർട്ട് ഐൻസ്റ്റൈൻ അടക്കം. സയനിസത്തെ ഭീകരതയും ഫാഷിസവുമായിട്ടാണ് ഐൻസ്റ്റൈൻ കണ്ടത്.
ഈ ഫാഷിസത്തെ പിന്തുണക്കരുത് എന്ന് ആഹ്വാനം ചെയ്ത ഐൻസ്റ്റൈൻ ഈ കുറ്റവാളി സംഘം വഴി ഫലസ്തീനിൽ ദുരന്തം സംഭവിക്കുമ്പോൾ ഒന്നാം പ്രതി ബ്രിട്ടനും രണ്ടാം പ്രതി ജൂതരിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഭീകരരുമാകുമെന്ന് തുറന്നടിച്ചു. എന്നാൽ അതിനു മുൻപേ സയണിസം ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് കൂടി പടർന്നിരുന്നു. അധികാര സ്ഥാനങ്ങളിൽ ഇടം പിടിക്കാനും അവയെ സ്വാധീനിച്ച് തീരുമാനങ്ങളെ നിർണ്ണയിക്കാനുമുള്ള ശേഷി ക്രിസ്ത്യൻ സയണിസത്തിലൂടെയാണ് സാധ്യമായതെന്ന് പറയാം. സാക്ഷാൽ സയണിസത്തിന്റെ നായകരും പണവും അധികാരവും കൊണ്ട് സമ്പന്നരുമായ ഹെർസലും റോത്സ്ചൈൽഡും ഇതിനായി ഒരുമിച്ചു. അവർ ആദ്യം പയസ് 10 മാർപ്പാപ്പയെ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു. എന്നാൽ യേശുവിൽ വിശ്വസിക്കാത്ത ജൂതരെ സഹായിക്കില്ല എന്ന് പോപ്പ് തീർത്തു പറഞ്ഞു. കത്തോലിക്കരെ ഒപ്പം കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട സയണിസ്റ്റ് നേതാക്കൾ പ്രൊട്ടസ്റ്റന്റുകാരെ വലവീശാനിറങ്ങി. അതിനായി ബൈബിളിന് ചില പുതിയ വ്യാഖ്യാനങ്ങൾ ചമക്കേണ്ടി വരും എന്നും കണക്കുകൂട്ടി. ബൈബിളിനെ സയണിസത്തിന് വേണ്ടി പാകപ്പെടുത്താൻ C.I. സ്കോഫീൽഡ് എന്ന ക്രിസ്ത്യൻ വൈദികൻ തയ്യാറായി. അങ്ങനെ 1909 സ്കോഫീൽഡ് സ്റ്റഡി ബൈബിൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ച ശേഷം ക്രിസ്തുവിൻ്റെ 2ാം വരവ് ഉണ്ടാകുമെന്നും അതിനാൽ ഇസ്രായേലിന് സർവ്വ പിന്തുണയും നൽകേണ്ടത് ക്രൈസ്തവരുടെ ബാധ്യതയാണെന്നും പ്രചരിപ്പിക്കാൻ അത് അവസരമുണ്ടാക്കി. റവറൻഡ് ഡോക്ടർ സ്റ്റീവൻ സൈസറെ പോലുള്ള ക്രൈസ്തവ ഗ്രന്ഥകാരന്മാർ ഈ പദ്ധതിയുടെ ക്രൈസ്തവ വിരുദ്ധത ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ എന്നത് സത്യത്തിൽ ഒരു കൊളോണിയൽ പദ്ധതിയാണെന്ന് അതിൻ്റെ നേതാക്കൾ മുതൽ അനേകം ഗവേഷകരും നിരീക്ഷകരും വരെ വിശദമായി തെളിച്ച് കാട്ടിയതാണെങ്കിലും സയണിസം ഒരു മതവികാരമായി ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ വിശ്വസിപ്പിക്കാൻ സ്കോഫീൽഡിലൂടെ നേതാക്കൾക്ക് സാധ്യമായി. ഇതിന് പകരമായി സ്കോഫീൽഡിന് സയണിസ്റ്റ് ധനികൻ അണ്ടർമേയർ സമ്പത്തായും പദവിയായും ധാരാളം നൽകുകയും ചെയ്തു. അമേരിക്കൻ ക്രിസ്ത്യാനികളിൽ 1/4 വീതം ക്രിസ്ത്യൻ സയണിസ്റ്റാണെന്ന് 2016 സർവേയിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം മനുഷ്യാവകാശങ്ങൾക്കും കാരുണ്യത്തിനും വില കൽപ്പിക്കുന്ന വിഭാഗങ്ങളിൽ സയണിസ്റ്റ് ചായ്വ് കുറവാണ്. വാസ്തവത്തിൽ മതനിരാസത്തോളം എത്തുന്ന മാർഗഭ്രംശമായിട്ടാണ് ജെയിംസ് പെർലോഫിനെ പോലുള്ള ക്രൈസ്തവ പണ്ഡിതർ ക്രിസ്ത്യൻ സയണിസത്തെ വിലയിരുത്തുന്നത്. സമാധാനത്തിന് തന്നെ ഭീഷണിയാണത്. ക്രിസ്തുമത വിശ്വാസത്തിന് മേലുള്ള കടന്നാക്രമണമെന്ന് സയണിസത്തെ വിശേഷിപ്പിക്കുന്ന പെർലോഫ് നാസ്തികരടക്കം ഈ കൊളോണിയൽ പദ്ധതിയുടെ ഭാഗമായതായി പറയുന്നു. പക്ഷേ ക്രിസ്ത്യൻ സയണിസം വളർന്നു. ഇന്ന് പാസ്റ്റർ ഹാഗിയെ പോലുള്ളവരുടെ തീവ്രപക്ഷ TV പരിപാടികൾ 200 രാജ്യങ്ങളിൽ അനേക കോടി ക്രൈസ്തവരിൽ എത്തുന്നു. അമേരിക്കയിലെ സയണിസ്റ്റ് ബന്ധമുള്ള അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി, പ്രോജക്ട് ഫോർ ദ ന്യൂ അമേരിക്കൻ സെഞ്ചുറി തുടങ്ങിയവയിലൂടെ സയണിസം അമേരിക്കയുടെ തന്നെ നയമായിരിക്കുന്നു. പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു താനടക്കം ജൂതരല്ലാത്തവർക്കും സയണിസ്റ്റ് ആകാമെന്ന്. അതേസമയം ജൂത പുരോഹിതർ പറയുന്നു സയണിസമാണ് പ്രശ്നം എന്ന്. This underlying cause of the bloodshed in Palestine didn't start now overnight. It didn't start 2 days ago. It started with decades of occupation was being ignored by everyone. It started with ethnic cleansing, demolishing houses, desecrating the worship places in Jerusalem. We are demonstrating against what's happening to the root problem, and we want the world to address the root problem, not just blindly support Zionism. Jews are in general very confused. It's just the propaganda machine of Zionism to show that we are being persecuted rather than we are persecuting others. വേദമോതുന്ന നെതന്യാഹു ഫലസ്തീൻകാരെ കുഞ്ഞുങ്ങളെ അടക്കം കൂട്ടക്കൊല ചെയ്യാൻ ന്യായമായിട്ട് ബൈബിൾ ഉദ്ധരിക്കുന്നു. You must remember what Amalek has done to you, says our Holy Bible, and we do remember, and we are fighting our brave troops and combatants who are now in Gaza or around Gaza. അമേരിക്കൻ ഭരണകൂടത്തെ സയണിസ്റ്റ് താൽപര്യങ്ങൾ വരിഞ്ഞു മുറുക്കിയതിന് പിന്നിൽ ക്രിസ്ത്യൻ സയണിസവും ഒപ്പം അതിന് സമാനമായ കൊളോണിയൽ ചരിത്രവും ഉണ്ട്. Israel is the victor. It is a pioneer, an innovator. It took a land without a people and made it blossom at the hands of a people without a land. Israel is necessary. Israel is a haven. It is moral. It is a democracy. Israel is America. Israel occupies, no pun intended, a unique position in the American news media landscape, in its political landscape, and, more than anywhere else, in the American consciousness and imagination. So let me be clear about what I believe. I stand with Israel because of our shared values, which are so fundamental to the founding of both our nations.
എന്താണ് ഇരു രാജ്യങ്ങളും പങ്കിടുന്ന മൂല്യങ്ങൾ? ഭീകരതയ്ക്ക് ഇരയാണ് തങ്ങൾ രണ്ടും എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ അത് മാത്രമല്ല, രണ്ടിനും നൂറ്റാണ്ടുകളുടെ പതിറ്റാണ്ടുകളുടെ കൊളോണിയൽ അധിനിവേശ ചരിത്രവുമുണ്ട്. രണ്ട് രാജ്യങ്ങളും അന്യരെ ആട്ടിയോടിച്ച് സ്ഥാപിച്ചവയാണ്. Serves to obscure the biggest thing that ties the United States and Israel together. They're both settler colonial states which have been built on the displacement and ethnic cleansing of other peoples. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ ഇരകളായ ഫലസ്തീൻകാരെ അദൃശ്യമാക്കാൻ അമേരിക്കയും അവിടുത്തെ മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. And so to tell the story of Israel in US news media has required for over 7 decades the disappearance of Palestinians, their history, and their right to their homeland. Because a cultural narrative about Israel where Palestinians and their history are front and center would also then require that we are honest about the violence that belies every part of the myth of American exceptionalism. അതിഭീകരമാണ് മതത്തിന്റെ പ്രച്ഛന്ന വേഷമിട്ട ഈ സയനിസ്റ്റ് പ്രത്യയശാസ്ത്രം. കുട്ടികളെപ്പോലും വെറുതെ വിടില്ലെന്ന് ശപഥം ചെയ്തവർ. എപ്പോഴും ബോംബ് വീഴും. കുട്ടികളുടെ ചോദ്യം ഒരു ഉമ്മ ഓർക്കുന്നു, മരിക്കുമ്പോൾ വേദനിക്കുമോ എന്ന്. അത് പെട്ടെന്ന് കഴിയില്ലേ എന്ന്. When they ask me, Mom, does it hurt when we get bombarded? Do we feel the pain? Or do we just die at once? And I have to explain to them, no, don't worry, it's not gonna hurt. Their father is like, don't worry, it just goes whoosh one time and that's it. Before, we would tell our children, for example, don't worry, it's gonna be okay. It's gonna end soon. You're gonna be fine. We're gonna be fine. ഉറങ്ങിക്കിടക്കെ വീട് വന്ന് മുകളിൽ വീഴുന്നു. ചിലർ രക്ഷപ്പെടും, കുറെ പേർ മരിക്കും. സയനിസത്തിന്റെ പ്രഹരം അറിഞ്ഞിട്ടും 5 മാസം മുൻപ് പോലും ഫലസ്തീനി കുട്ടികൾ പാടിയിരുന്നു പ്രതീക്ഷയെപ്പറ്റി, ജീവിതത്തെപ്പറ്റി. ഈ കുട്ടികളിൽ എത്ര പേർ ഇന്ന് ജീവനോടെ ഉണ്ടാകും? മറുവശത്ത് സയനിസ്റ്റ് ബാധയേറ്റ കുട്ടികൾ പാടുന്നതോ ഗസക്കാരെ മുഴുവൻ കൊല്ലണമെന്ന്. ഇസ്രായേലി ഔദ്യോഗിക ചാനലിൽ വന്നതാണ് ഇത്. പിന്നീട് നീക്കം ചെയ്തു. കുട്ടികളിൽ വരെ ഹിംസ വളർത്തുന്നു. അമേരിക്കയിൽ ഉയർന്ന തസ്തികകളിൽ ഇരുന്ന ഒരു സയനിസ്റ്റ് ന്യൂയോർക്കിൽ കച്ചവടം ചെയ്യുന്ന ഈജിപ്തുകാരനോട് വർഗീയ തെറി പറയുന്നു. 4000 അല്ല അതിലുമേറെ കുട്ടികളെ ഗസയിൽ കൊല്ലുമെന്നും. ഇത് കഴിഞ്ഞയാഴ്ച ഡബിൾ ഡൗൺ ന്യൂസിൽ റാപ്പർ ലോക്കി അയാളെ പരിചയപ്പെടുത്തുന്നത് കാണാം. Now we've all seen this footage of Stuart Seldowitz abusing a street vendor in New York. If we killed 4,000 Palestinian kids, you know what? It wasn't enough. But who is Stuart Seldowitz and what has he been a part of for all of these years? Stuart Seldowitz, the 3-time recipient of the State Department's Superior Honor Award. He served in the State Department in their Office of Israel and Palestine Affairs as Deputy Director during the Bush years. Stuart Seldowitz also was a National Security Advisor to President Obama, the same President Obama who led the NATO intervention of Libya, which saw the country bombed 7,000 times in a 6-month period that led to Libyans trying to escape and drowning in the Mediterranean. His words are not just frivolous sentences coming out of the mouth of a racist, they are actual policy.
Out in Egypt will get your parents. Go. Does your father like his fingernails? They'll take them out one by one. ഇയാളെപ്പോലെ US ഭരണമേഖലകളിൽ പിടിമുറുക്കിയ സയനിസ്റ്റുകൾ ധാരാളം. അവർക്ക് സ്വീകാര്യത നൽകുന്നത് ക്രിസ്ത്യൻ സയനിസവും. ഇസ്രായേലികൾ ആരെക്കാളും മുന്തിയവർ എന്ന് അഭിമാനിക്കുന്ന അവർ ഗസയിലെ ഈ മികച്ച പ്രൊഫഷണലുകളെയും ഗവേഷകരെയും നോട്ടമിട്ട് കൊന്നു. There's a clear pattern that Israel is targeting the best and brightest of Gaza. They are going, as you said, they're going after everyone who might provide a way of living a human life in Gaza. So they're going after lawyers, they're going after medics, they're going after teachers and journalists. Yes, well, one of the most, it's all so horrific, it's beyond words, but part of what needs to change is the narrative is that this is not, none of these are mistakes, that they're targeting the best and brightest of Gaza because they want to destroy any remnants of human life in Gaza. They want to make it unable to live. So I just wanted you guys to talk about what you think. ക്രിസ്ത്യൻ സയനിസത്തിന്റെ മാരകശേഷി ഇന്ന് അമേരിക്കയിൽ പലരും തിരിച്ചറിയുന്നുണ്ട്. വിശ്വാസത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വികലമാക്കുകയാണ് അവരെന്ന് പണ്ഡിതർ വിലയിരുത്തുന്നുമുണ്ട്. സയനിസത്തെ തള്ളിപ്പറയുന്ന ജൂതരും ക്രിസ്ത്യാനികളും അനേകം. വംശീയത പരത്താൻ ബൈബിളിനെ വരെ ഉപകരണമാക്കിയതായി തിരിച്ചറിഞ്ഞവർ. ഒരു ഇസ്രായേലി മുൻ ജനറലിന്റെ മകൻ കൂടിയായ എഴുത്തുകാരൻ മീക്കോ പെലത് പറയുന്നു, നല്ല സയനിസം എന്നൊന്നില്ല. There is no good Zionism. It's a racist ideology. It's a violent ideology. And don't believe me, look at Palestine the last 100 years. That's Israel. There is no other one. There is nothing to justify, nothing to excuse what Israel does. Nothing to excuse what the Zionists have been doing in Palestine for 100 years. Nothing. When they bomb Gaza, you can hear it in Tel Aviv. പക്ഷേ ചുറ്റും മരണം വിതയ്ക്കുമ്പോഴും സയനിസം എന്ന ഹിംസാത്മക രാഷ്ട്രീയത്തെപ്പറ്റി മാധ്യമങ്ങൾ പറയുന്നില്ല. എന്തുകൊണ്ട്? മാധ്യമങ്ങളും ആ വലയിലാണ് എന്നാവാം ഉത്തരം.